ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ വന്ന് രവിയോട് മാപ്പ് പറയുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ്, പണക്കാരിയുടെ ഒരു അഹങ്കാരം ആ മോൾക്കില്ല, അവളൊന്ന് മാപ്പ് പറഞ്ഞത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് പണക്കാർക്ക് എന്താ ചന്ദ്രൻ മാപ്പ് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ കണ്ടെത്തിയ മരുമക്കൾ രണ്ടുപേരും നല്ലവരാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്ക് ഏത് സമയത്തും രേവതിയെ പറ്റി കുറ്റം പറഞ്ഞാലല്ലേ ചന്ദ്രൻ മതിയാവുകയുള്ളൂ, രേവതിയെ നിനക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, രണ്ടു മരുമക്കളും ചെയ്യാത്ത കാര്യമാണ് രേവതി മോള് നമുക്ക് വേണ്ടി റൂമൊക്കെ ഒരുക്കി തന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് അവൾ ശരിക്കും മനസ്സിലാവാത്തത് എനിക്കല്ല നിങ്ങൾക്കാണ്, അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്ത് കാര്യം ഉദ്ദേശിച്ചാണ് അവൾ ചെയ്യുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പോവാണ് കേട്ടോ. ചന്ദ്ര പോയി കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയുടെ കാര്യമില്ല എന്ന് രവിക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് ചെന്ന് കയറിയതിന് ശേഷം ശ്രീകാന്ത് വർഷയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ മനഃപൂർവ്വം എന്നെ കളിയാക്കുന്ന രീതിക്കാണ് അച്ഛനോട് സോറി പറഞ്ഞ, അല്ലാതെ മനസ്സിൽ തട്ടി പറഞ്ഞതല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്താലും ശ്രീകാന്ത് ഇപ്പം അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. നിനക്ക് പണത്തിന്റെ അഹങ്കാരമാണ്, വർഷ തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കാനായിട്ട് തയ്യാറാവുകയില്ല, ആർക്കോ വേണ്ടി ചെയ്ത് കൂട്ടുന്ന പോലെയാണ് നീ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം അവിടെ ഇരിക്കുന്ന ഒരു ചെറു തലേണ പോലത്തെ ഒരു സാധനം വെച്ച് ശ്രീകാന്തിനെ അറിയുകയാണ്. ശ്രീകാന്ത് വിട്ടുകൊടുക്കുന്നില്ല, തിരിച്ച് വർഷ എറിയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷയുടെ കയ്യിൽ കിട്ടുന്നത് ഒരു ചില്ലി കുപ്പി പോലത്തെ ഒരു സാധനമാണ്. അതെടുത്ത് ശ്രീകാന്തിന് എറിയാൻ തുടങ്ങുന്ന സമയത്ത് ശ്രീകാന്തിന്റെ കയ്യിലും ഇതുപോലെ തന്നെ ഒരു ഹാർഡായിട്ടൊരു സാധനം കിട്ടും. പരസ്പരം രണ്ടുപേരും എറിയാനായിട്ട് ഓങ്ങി നിൽക്കുക കേട്ടോ. വേഗം തന്നെ ശ്രീകാന്ത് പറയുന്നത് നീ താഴെ വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നീ അതിന് താഴെ വയ്ക്കാണ്ട് വർഷ പറയാനാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ വെക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം വർഷ ശ്രീകാന്ത് പറഞ്ഞ അനുസരിച്ച് അതൊക്കെ താഴത്തേക്ക് വെക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ താഴത്ത് വെക്കാൻ തുടങ്ങുന്ന സമയത്ത് അവൾ എറിയാനായിട്ട് ഉന്നം വെക്കുകയാണോ എന്നറിയാനായിട്ട് ശ്രീകാന്ത് ഒരു നോട്ടൊക്കെ നോക്കുന്നുണ്ട്. അവസാനം ഇരുവർക്കും ഇടയിൽ പിണക്കമെല്ലാം മാറി ഇണക്കത്തിലേക്കാവുന്ന ഒരു ഭാഗവും കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് കാണിച്ചിരിക്കുന്നത് ഹാളിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് രവി. ഈ ഒരു സമയം തന്നെ രവിക്ക് വേണ്ടിയിട്ടുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അന്നേരമാണ് രവിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. വിളിക്കുന്നത് അച്ചമ്മയാണ്, കോൾ അറ്റൻഡ് ചെയ്യുന്നത് രേവതിയും. ഇവർ തമ്മിൽ പരസ്പരം വിശേഷങ്ങളും അതുപോലെ തന്നെ അച്ചമ്മ ചെറിയൊരു രീതിക്ക് പിണങ്ങുന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് പോയതിന് ശേഷം എന്നെ ഫോണിൽ നിന്നും വിളിച്ചിട്ടില്ല, നിനക്ക് ഇത്രയ്ക്ക് തിരക്കാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ചമ്മയെ ഷോപ്പിലെ തിരക്കാണ്, ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ പടി തീർക്കാനുള്ള തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റ് ആവും, അത് അച്ചമ്മയെ വിളിക്കാത്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് നീ എന്തിനാ രണ്ട് സ്ഥലത്തെയും ജോലി ചെയ്യുന്നത്, വീട്ടിലെ ജോലി ചന്ദ്ര ചെയ്തോളില്ലേ എന്നൊക്കെ അച്ചമ്മ ചോദിക്കുകയാണ്. അത് വേണ്ട അച്ചമ്മേ, വീട്ടിലെ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്ത് തീർത്തോളാം എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നീ ഒരു നല്ല മകളും മരുമകളും നല്ലൊരു ഭാര്യയുമാണ്, സച്ചിക്ക് നിന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്, അവൻ ഒരുപാട് മാറിപ്പോയി, എന്തായാലും അതിന് ആ മാറ്റത്തിനെല്ലാം കാരണം രേവതി മോളാണ് എന്നൊക്കെ അച്ചമ്മ പറയുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെന്താ മോളെ വിശേഷം എന്നൊക്കെ അച്ചമ്മ ചോദിക്കുന്ന സമയത്ത് അച്ഛന് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് രവി വേഗം വേണ്ട എന്ന് പറഞ്ഞ് കാണിക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, രവിക്ക് എന്താ പറ്റി, ഹോസ്പിറ്റൽ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല, അച്ഛന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നും വന്നില്ല അച്ചമ്മേ, അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ചമ്മ പറയാണോ, ഞാനാകെ പേടിച്ചു പോയി എന്ന് പറയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി അച്ചമ്മയാണെന്ന് അറിയുമ്പോഴത്തേക്കും രേവതിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചിമോനെ, നീയും രേവതിയും ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, എന്തായാലും അവൾ നിന്നെ ഒരു രാജകുമാരനാക്കും, ആ നാട്ടിലെ ഒരു രാജകുമാരനാക്കി നിന്നെ വാഴിക്കും എന്നൊക്കെ അച്ചമ്മ പറയുമ്പോഴത്തേക്കും കേട്ടല്ലോ, നീ എന്നെ രാജകുമാരനാക്കുമെന്നാണ് അച്ചമ്മ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആക്കും എന്ന് രേവതി പറയാണ് കേട്ടോ. ആക്കും എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് അങ്ങനെ ഒരു ഉറപ്പുള്ളതുകൊണ്ടല്ലേ അച്ചമ്മ ഞാൻ രാജാവാക്കും എന്ന് പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാൻ സച്ചിയേട്ടൻ രാജാവാക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സച്ചി വേഗം അച്ഛനെ ഇന്നലെ ഹോസ്പിറ്റലിൽ എന്ന് പറയുന്ന സമയത്ത് എന്താ എന്ന് നമ്മുടെ അച്ചമ്മ വേഗം ആകാംക്ഷയോട് കൂടി ചോദിക്കുക കേട്ടോ. അപ്പം തന്നെ രവിയും രേവതിയും കൂടി പറയല്ലേ എന്ന് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി പറയുകയാണ്, അല്ല അച്ചമ്മേ, ഇന്നലെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു, ചെക്കപ്പൊക്കെ നടത്തി, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് അച്ചമ്മയ്ക്ക് ആശ്വാസമാവുകയാണ്. അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നതിനിടയിൽ തന്നെ അച്ഛൻ പറയുന്നുണ്ട്, അന്ന് ഇവിടെ വെച്ചെടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ഇല്ല, ആ ഗ്രൂപ്പ് ഫോട്ടോയും നിങ്ങളുടെ കല്യാണ ഫോട്ടോയും ഇത് രണ്ടും കൂടി ഫ്രെയിം ചെയ്തിട്ട്, അതും വലിയ ഫ്രെയിം ചെയ്തിട്ട് അച്ചമ്മയ്ക്ക് അയച്ചു തരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി അത് സമ്മതിക്കേണ്ട. അതിന് ശേഷം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കോള കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ സച്ചി നേരെ രവിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അച്ചമ്മയോട് കള്ളം പറയണ്ടായിരുന്നു, അച്ചമ്മയോട് കള്ളം പറഞ്ഞെങ്കിൽ കിട്ടുന്നത് എനിക്കല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് രേവതിയും രവിയും കൂടി പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. അന്നേരം വേഗം തന്നെ സച്ചി രേവതിയെ നോക്കിയിട്ട് പറയുകയാണ്, അച്ചമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പോവും, എനിക്കുള്ള തല്ലുങ്ങളും കൂടി നീ മേടിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്തിനാ സച്ചിയുടെ തല്ല് മേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല, ഭർത്താവിന്റെ പാതിയുള്ള ഭാര്യ, അതുകൊണ്ട് ഭർത്താവിന് കിട്ടാനുള്ള എന്തും ഭാര്യയ്ക്ക് അവകാശമുള്ളതാണെന്നൊക്കെ സച്ചി പറയാനുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്.
വരുന്നത്. ഈ ഒരു സമയത്ത് അച്ഛമ്മ അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. അത് കൂട്ടത്തിൽ തന്നെ കല്യാണ ഫോട്ടോയും വലിയ ഫ്രെയിം ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് രവി പറയുകയാണ് ആ ഗ്രൂപ്പ് ഫോട്ടോ ഒരെണ്ണം വലുതായിട്ട് ഫ്രെയിം ചെയ്ത് നമുക്ക് ഇവിടെയും വെക്കണമെന്ന് പറയുന്ന സമയത്ത് ചന്ദ്ര വേഗം തന്നെ പറയുകയാണ് എന്തിന് ഫോട്ടോയൊക്കെ ഇവിടെ തൂക്കുന്നത്, ചുമര് മെനകേടാവാനാണോ എന്ന് ചോദിക്കാനായിട്ട് വേഗം തന്നെ രവി പറയുന്നുണ്ട്. ചുമര് മെനകേടാവാനൊന്നുമല്ല, നമ്മളൊക്കെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ, ഇടയ്ക്ക് ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഫോട്ടോയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ പരസ്പര സ്നേഹമൊക്കെ കാണുമ്പോഴത്തേക്കും പിണക്കങ്ങളെല്ലാം മാറിപ്പോകുമെന്നൊക്കെ രവി പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട് അച്ഛ ഇതൊന്നുമല്ല പ്രശ്നം, ഞാനും സച്ചേന ഗ്രൂപ്പ് ഫോട്ടോയിലുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞതെന്നൊക്കെ രേവതി പറയുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കല്യാണ ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ ഇവിടെ തൂക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവിടെ ഓണർ വേഗം സച്ചിയെ കാണുമ്പോൾ ആ സച്ചി ഒരുപാട് നാളെയല്ല നിന്നെ കണ്ടിട്ട്, നീ ഇപ്പം ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങാറില്ലേ, ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലടാ ഒരു 2 ഫോട്ടോ ഉണ്ട് അതൊന്ന് ഫ്രെയിം ചെയ്ത് തരാനായിട്ടാണെന്ന് പറയുകയാണ്. നീ എന്നാൽ അതിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്ക് എന്ന് ഈ സ്റ്റുഡിയോയുടെ ഓണർ പറയുന്ന സമയത്ത് സച്ചി ഇതെല്ലാം അയച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഇദ്ദേഹം ഈ ഫോട്ടോയൊക്കെ ഓരോന്ന് സൂം ചെയ്ത് നോക്കാണ്ടോ രേവതിയുടെ സച്ചിനും കല്യാണ ഫോട്ടോ കാണുന്ന സമയത്ത് ആ നല്ല ഭംഗിയുണ്ടല്ലോ നിന്നെ രേവതിയെയും കാണാനായിട്ട്, നിങ്ങളിപ്പോൾ രണ്ടാമത് ഒന്നുകൂടി വിവാഹം കഴിച്ചു അതെന്തായെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ലടാ അന്ന് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാതെയാണല്ലോ കല്യാണം കഴിച്ചത്, ഞാനൊക്കെ ഒരു പുതിയ താലിമാല മേടിച്ചു കൊടുത്ത സമയത്ത് ഒന്നുകൂടി സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ട് കല്യാണം കഴിച്ചതാണ്, അന്നാരം എടുത്ത ഫോട്ടോയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും കൊള്ളാലോ, രണ്ടുപേരും നല്ല ഗ്ലാമർ ആയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അതിനുശേഷം ഫാമിലി ഫോട്ടോ നോക്കുന്ന സമയത്ത് ഓരോരുത്തരും ഇങ്ങനെ സൂം ചെയ്ത് നോക്കുവാണ് സ്റ്റുഡിയോയുടെ ഓണർ. എന്നിട്ട് അദ്ദേഹം ചന്ദ്രയുടെ ഫോട്ടോ എടുത്ത് തന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതാരാണെന്നോ, ഇതെൻ്റെ അമ്മയാടാ, ആ നീ അമ്മയും അച്ഛനൊന്നും കണ്ടിട്ടില്ല അല്ലേ, ഇതാണ് ഞങ്ങളുടെ ഫുൾ ഫാമിലി, ഇതെൻ്റെ അമ്മ ഇതെൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. കൂടുതൽ തന്നെ സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല അമ്മയെ കണ്ടപ്പോൾ നീ എന്താ ഇതാരാണെന്ന് ചോദിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് നമ്മുടെ സ്റ്റുഡിയോ ഓണർ പറയാം കേട്ടോ. അതൊന്നുമല്ല എന്തോ ഒരു പ്രശ്നമുണ്ട്, കാര്യം എന്താണെന്ന് നീ പറ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി കുറച്ച് നാളുകൾക്ക് മുന്നേ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്നൊരു കുറച്ച് പണം നഷ്ടപ്പെട്ടിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഉവ്വ എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്, പിന്നെ പോലീസ് അന്വേഷണം നടക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറെ ആരോട് പറഞ്ഞതുമില്ല, ഞാനിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനും പോയതില്ല, ഇതിൻ്റെ പുറകെ തൂങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ആ ഒരു കേസ് ഞാൻ അവിടെ വിട്ടതാണ്. ഇപ്പം നിന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്, നിന്നെ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാണ്ട് നമ്മുടെ ചന്ദ്ര നടന്നു വരുന്ന സമയത്ത് 1 ലക്ഷം രൂപയുടെ നടന്നു വരുന്ന സമയത്ത് ബൈക്കിൽ വന്ന ആന്റണിയും ശരത്തും കൂടെ കൂടിയിട്ട് പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നില്ല ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നത് ഇവർ ഹെൽമെറ്റ് വെച്ചിരിക്കുകയല്ലേ, ഇപ്പോൾ ഇവരുടെ മുഖം നമ്മൾ എങ്ങനെ അറിയാനാ, അവർ പണം കൊണ്ട് പോയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് ഹെൽമെറ്റ് വെച്ച ഫുട്ടേജ് തൊട്ട് ബാക്കിലായിട്ട്, അതായത് ഈ സ്റ്റുഡിയോയുടെ ബാക്കിലായിട്ട് വേറൊരു ക്യാമറയും വെച്ചിട്ടുണ്ടായിരുന്നു, അവർ നേരെ പോയി നിന്നത് ആ ബാക്ക് സൈഡിലാണ്, അപ്പോൾ അതിൻ്റെ ഫുട്ടേജും കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഊരുമ്പോൾ കാണുന്നത് ആന്റണിയെ ശരത്തിനെയാണ് കേട്ടോ. ശരത്തിനെ കാണുമ്പോഴത്തേക്കും സച്ചിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. സച്ചി ആകെ തകർന്നു പോവാണ് കേട്ടോ. കാരണം ശരത്തിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ രേവതിക്കുണ്ടല്ലേ, ശരത്ത് വലിയ ജോലി ചെയ്ത് നല്ല രീതിയിൽ കുടുംബമൊക്കെ നോക്കി അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെയാണ് രേവതിയുടെ സ്വപ്നങ്ങൾ. അപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം തകർക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോഴേക്കും സച്ചി ആകെ വല്ലാണ്ടാവുകയാണ് കേട്ടോ. പിന്നീട് സ്റ്റുഡിയോയുടെ ഓർഡറോടായിട്ട് സച്ചി പറയുകയാണ് എടാ ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് അയച്ചിട്ട് ഈ ഒരു വീഡിയോ ഈ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നീ മറ്റാരോടും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയും ചെയ്യരുത് എന്നൊക്കെ സച്ചി പറയുകയാണ്. അതിനുശേഷം സച്ചി അവിടെ നേരെ ചെല്ലുന്നത് രേവതിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ചെന്ന് കയറുന്ന വഴി തന്നെ രേണു പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സച്ചിയെ കാണുമ്പോഴത്തേക്കും സന്തോഷത്തോടെ തന്നെ രേണു എഴുന്നേറ്റ് അമ്മ ഇതേ സച്ചിയേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. സച്ചി വന്നു എന്നറിയുമ്പോഴത്തേക്കും രേണുവിൻ്റെ അമ്മയും വേഗത്തിന് അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ലക്ഷ്മി പറയുകയാണ് മോനെ അച്ഛൻ സുഖമില്ലാന്ന് അറിഞ്ഞു, വരാൻ സമയമില്ലാഞ്ഞിട്ടാണ് കേട്ടോ, കടയിൽ ഭയങ്കര തിരക്കാണ്, എന്തായാലും ഞങ്ങളൊരു ദിവസം ഇറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ പറയുകയാണ് എന്തായാലും നിങ്ങളിപ്പോൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. രേവതി മോള് എപ്പോൾ വിളിച്ചാലും മോനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്ന അറിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, ഇതൊന്നും കാണാനായിട്ട് അച്ഛനില്ലല്ലോ എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോഴത്തേക്ക് രേണു പറയുകയാണ് സച്ചിയേട്ട കണ്ടില്ലേ, സച്ചിയേട്ടനെ പറ്റി പറയുമ്പോൾ 100 നാക്കാണ് അമ്മയ്ക്ക്, അമ്പലത്തിൽ വരുന്നവരോടൊക്കെ പറയുകയാണ് സച്ചിയേട്ടൻ നല്ലവനാണ്, എൻ്റെ മോളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പൊന്നു പോലെയാണ് നോക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ രേണുവൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്ന് നീറിപ്പോകുകയാണ്. കാരണം ശരത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെ സച്ചിയുടെ മനസ്സിലിങ്ങനെ നീറിപ്പോകുകയാണ് കേട്ടോ.
ഒരു സമയം ഇങ്ങനെ സച്ചി ശരത്ത് എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് അവൻ പഠിക്കാൻ പോയി, അവനിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല മോനെ, അവൻ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നുണ്ട്, മാത്രമല്ല അവൻ തന്നെയാണ് കുടുംബം നോക്കുന്നത്. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൻ നല്ല രീതിയിൽ ഇപ്പം നടക്കുകയും ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവൻ കാരണമാണല്ലോ അച്ഛനും പോയത്. സങ്കടമൊക്കെ അവനുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം അവന് വന്നിട്ടുണ്ട് എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോഴത്തേക്കും കാരണം ഇങ്ങനെ ഇവരുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്നുള്ള ആകെ ടെൻഷനിൽ നിൽക്കാണ്ട് നമ്മുടെ സച്ചി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.